ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് 6 പേർ മരിച്ചു, 27 പേർക്ക് പരിക്ക്. വടക്കുകിഴക്കൻ കെനിയയിലെ ഞാൻഡെറുവ പ്രവിശ്യയിലാണ് അപകടം സംഭവിച്ചത്. 4 പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുഞ്ഞുമാണ് മരിച്ചത്. ഇവരിൽ മലയാളികളും ഉണ്ടെന്നാണ് സൂചന. പരിക്കേറ്റവരിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ജോയൽ, ഭാര്യ റിയ, മകൻ ട്രാവിസ്, മകൾ ടൈര എന്നിവരും ഉൾപ്പെടും. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ ഇറാൻ പങ്കാളിയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിന് തങ്ങൾ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിനും ഹമാസിനും ഇടയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നിബന്ധനകൾ പാലിക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞെങ്കിലും ഇതുവരെ ഹമാസ് പദ്ധതി നിരസിക്കുകയായിരുന്നുവെന്നുമാണ് വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് അറിയിച്ചത്. ചർച്ചകളിൽ ഇറാൻ പങ്കാളിയാകുന്നതിനെ ഇതുവരെ നിഷേധിച്ച ട്രംപ് നയത്തിൽ അയവ് വരുത്തിയെന്നുള്ള സൂചനയാണ് ഇത്. സൗദി അറേബ്യയിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ സംവിധാനം പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതാണിപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഹജ്ജിനോടനുബന്ധിച്ച് നിർത്തിവച്ചിരുന്ന ഉംറ വിസയ്ക്കുള്ള അപേക്ഷകളും ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിക്ഷേപ തട്ടിപ്പുകൾ കരുതിയിരിക്കണം. ക്രിപ്റ്റോ കറൻസി നിക്ഷേപ തട്ടിപ്പിൽ ദുബായിൽ ഒരാൾക്ക് 2.5 ലക്ഷത്തോളം ദിർഹമാണ് നഷ്ടമായത്. ദുബായിൽ താമസിക്കുന്ന ആഫ്രിക്കൻ വംശജനാണ് തട്ടിപ്പ് നടത്തിയത്. ക്രിപ്റ്റോ കറൻസി നിക്ഷേപങ്ങളിൽ നിന്ന് ഉയർന്ന ലാഭം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സ്വർണ്ണ നിക്ഷേപത്തിന്റെ പേരിലും വൻ തട്ടിപ്പുകളാണ് ഈയിടെ നടക്കുന്നത്. വൻ ലാഭം വാഗ്ദാനം ചെയ്തുള്ള ഇത്തരം തട്ടിപ്പുകളിൽ മലയാളികൾ അടക്കം നിരവധി പേർക്കാണ് പണം നഷ്ടമായിട്ടുള്ളത്. വേനൽക്കാല ഉച്ചവിശ്രമം UAEയിൽ ഉടനീളം ഡെലിവറി തൊഴിലാളികൾക്ക് ഉപയോഗിക്കുന്നതിനായി 10,000-ത്തിലധികം എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ ലഭ്യമാക്കും. മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചതാണ് ഈ വിവരം. ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3 വരെയാണ് ഉച്ചവിശ്രമം നടപ്പിലാക്കുന്നത്. ഗായകൻ ഖാലിദ് വടകര ഖത്തറിലെ ദോഹയിൽ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഖത്തറിലെ മാപ്പിളപ്പാട്ട് വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു. വാക്കിഫിലെ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഖാലിദ് വടകര മുഖച്ചേരി സ്വദേശിയാണ്. ദുബായിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ കോട്ടയം സ്വദേശി ബൈക്ക് അപകടത്തിൽ മരിച്ചു. വെളിയന്നൂർ വട്ടപ്പുഴക്കാവിൽ അരുൺ ഗോപിയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെ കാസർഗോഡ് സ്വദേശിനി മക്കയിൽ അന്തരിച്ചു. ഉപ്പളയിലെ ആരിഫയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. ഹജ്ജിലെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ പനി ബാധിച്ചതിനെ തുടർന്ന് താമസ സ്ഥലത്ത് വിശ്രമിക്കുന്നതിനിടെയാണ് ഹൃദയാഘാതമുണ്ടായത്. മൃതദേഹം നിയമ നടപടികൾക്ക് പൂർത്തിയാക്കി മക്കയിൽ കബറടക്കി. ഇനി പ്രവാസികൾ അറിയാൻ. ദുബായ് എയർപോർട്ട് വഴി നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവയെക്കുറിച്ച് പറയാം. നിങ്ങൾ എമിറേറ്റ്സ് എയർലൈൻ വഴിയാണ് നാട്ടിലേക്ക് പോകുന്നതെങ്കിൽ സെൽഫ് സർവീസ് ചെക്കിംഗ് സൗകര്യങ്ങളും സിറ്റി ചെക്കിംഗ് ഓപ്ഷനുകളും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ എയർപോർട്ടിൽ അധിക സമയം ചെലവഴിക്കാതെ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിക്കും. മറ്റ് എയർലൈനുകൾ വഴി പോകുന്നവർ ഷെഡ്യൂൾ ചെയ്ത പുറപ്പെടൽ സമയത്തിന് 3 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നാണ് ദുബായ് എയർപോർട്ട് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഓൺലൈൻ ചെക്കിംഗ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നും നിർദ്ദേശമുണ്ട്. കുടുംബങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇമിഗ്രേഷൻ വേഗത്തിലാക്കാൻ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററികളും പവർ ബാങ്കുകളും ചെക്കിൻ ലഗേജിൽ കൊണ്ടുപോകുന്നത് നിരോധിച്ച കാര്യം ഓർക്കണം. യാത്രക്കാർ ഇവ അവരുടെ ഹാൻഡ് ലഗേജിൽ മാത്രം കൊണ്ടുപോകേണ്ടതാണ്. ടെർമിനൽ 1, 3 എന്നിവയിൽ എത്തിച്ചേരാനും വരാനും യാത്രക്കാർക്ക് ദുബായ് മെട്രോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ അതിഥികളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തുന്നവർ നിയുക്ത കാർ പാർക്കുകളോ വാൽ സേവനങ്ങളോ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്.